ബോബി ചെമ്മണൂരിനെ ജയിലിൽ സഹായിച്ച ജയിൽ ഡിഐജി സൂപ്രണ്ട് എന്നിവർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇവർക്കെതിരെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വീഴ്ച ഇവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു റിപ്പോർട്ടിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബോബി ചെമ്മണൂരിന് ജയിലിനുള്ളിൽ സഹായം ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു എന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നടപടി വന്നിരിക്കുകയാണ്. ചെമ്മണൂരിനെ സഹായിച്ച ജയിൽ ഡിഐജി സൂപ്രണ്ട് എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഔദ്യോഗിക ഉത്തരവ് വന്നോ? സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട് സഹായം ചെയ്തതിനാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിൽ ജയിൽ ഡിഐജിക്കും അതുപോലെ തന്നെ എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനുമെതിരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മധ്യമേഖല ജയിൽ ഡിഐജി അജയ് കുമാർ ചില വ്യക്തികളുമായി ജയിലിലേക്ക് എത്തുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് ഈ ബോബി ചെമ്മണ്ണൂരിനെ കൂടിക്കാഴ്ച അനുമതി നൽകുന്നു. ബോബി ചെമ്മണ്ണൂരിന് ഈ ഫോൺ ഉപയോഗിക്കാൻ നൽകുന്നു. ഇതുകൂടാതെ സൂപ്രണ്ടിന്റെ മുറി സ്വകാര്യ വ്യക്തികൾ കുറച്ചു സമയം ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. 2 തരത്തിലുള്ള അന്വേഷണം നടന്നിരുന്നു. ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണമായിരുന്നു, മറ്റൊന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണമായിരുന്നു. 2 അന്വേഷണത്തിലും ഈ വ്യക്തികൾ വന്നിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം തെളിവായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തൃശൂർ സ്വദേശികളായ ഈ വ്യക്തികൾ വന്നത് ജയിലിന്റെ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ജയിൽ ഡിഐജി തന്നെയാണ് ഈ ആളുകളെ കൊണ്ടുവന്നത് എന്നുള്ളത് ഈ സർക്കാർ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ സൂപ്രണ്ട് ഒത്താശ ചെയ്തു എന്നുള്ളതും ഈ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ധന്യ. സാധ്യത ഇത്തരത്തിൽ വഴിവിട്ട സഹായം ജയിലിനുള്ളിൽ ലഭിച്ചു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ സസ്പെൻഷൻ കൊണ്ട് നടപടി ഇവിടെ അവസാനിച്ചു എന്ന് കരുതണമോ? കൂടുതൽ അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുമോ? ജയിൽ മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ ജയിൽ ഡിഐജി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു തസ്തികയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ഈ ജയിലുമായി ബന്ധപ്പെട്ട് മധ്യമേഖലയിലുള്ള മുഴുവൻ ജയിലിന്റെയും കസ്റ്റോഡിയൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ ആഭ്യന്തര വകുപ്പും സർക്കാരും കാണുന്നത്. അതുകൊണ്ട് ഈ കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള സാധ്യത കൂടി ഉണ്ട്. ജയിൽ മേധാവി തന്നെ ഈ കാര്യം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.